ശ്രീദേവി ഇവിടെ വായനക്കാർക്ക് മുന്നിൽ തുറന്നിട്ടത് കഥകളുടെ ഒരു വലിയ ലോകമാണ്. സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങൾ അതിശയോക്തി ഒട്ടുമില്ലാതെ നോവലിസ്റ്റ് അവതരിപ്പിച്ചു. ബുദ്ധിജീവി നാട്യങ്ങൾ ഒന്നുമില്ലാതെ എഴുതാനാണ് ഇവർക്കിഷ്ടം. എഴുത്തിലെ ഈ സൗമ്യദീപ്തി തന്നെയാകില്ലേ ഒരുപാട് ആളുകളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായി ഇവരെ മാറ്റിയത്. പിന്നെ ഞാൻ തുടർച്ചയായിട്ട് എനിക്ക് എഴുതാനുള്ള ആരും പറഞ്ഞിട്ടല്ല, ആർക്കും ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷേ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി പിന്നെ ഇങ്ങനെ ഓരോന്ന് എഴുതി തുടങ്ങി. അഗ്നിഹോത്രത്തിന് അഗ്നിഹോത്രം വളരെ ആൾക്കാരത് ഇഷ്ടമായിട്ട് പറഞ്ഞു. അത് സാധാരണ ഈ വലിയ വലിയ വായനക്കാർക്കാണ് ഇഷ്ടം എന്ന് അതെനിക്കറിയില്ല കേട്ടോ, അവരതിനെന്താ പറയേണ്ടത് വെച്ചാൽ. പക്ഷേ ആരും അത് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് രണ്ടാളത് മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരുടെ ഐഡിയ അല്ലെങ്കിൽ അവരുടെ വ്യൂ അതല്ല എന്ന് മാത്രം. എനിക്ക് ഏറ്റവും അധികം അത്ഭുതമായത് ജയിലിൽ നിന്ന്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 5 എഴുത്ത് വന്നിട്ടുണ്ട്. അവരുടെ ആ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടത്. അവരുടെ ആ എഴുത്ത് കണ്ടാൽ വല്ലാത്ത അത്ഭുതമാവും നമുക്ക്. ഒരാൾ എഴുതിയിട്ടുണ്ട്, അയാളുടെ കുടുംബ പശ്ചാത്തലവും എങ്ങനെയാണ് ഇവിടെ വന്നതൊക്കെ വളരെ സ്നേഹപൂർവ്വം എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ രാത്രി ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുമ്പോൾ അഗ്നിഹോത്രം എടുത്ത് വായിക്കും. അപ്പോൾ ഞാൻ ചേച്ചി എങ്ങനെ ഓർമ്മ പാവം തോന്നിയിട്ടോ, ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും, ഒന്ന് ഇവിടെ വരുമോ, വരില്ല എന്നറിയാം, എന്നാലും ഒരു കത്തെങ്കിലും അയക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 5 ആൾ അഗ്നിഹോത്രത്തെയും, ഒരാൾ മുഖത്തോട് മുഖത്തിനെയാണ്. ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചു, അല്ല തിരിയൊഴിച്ചൽ, അപ്പോഴാണ് തിരിയൊഴിച്ചൽ വായിച്ചത്. അപ്പോൾ തോന്നി എനിക്ക് മരിക്കുകയല്ല വേണ്ടത്, ജീവിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നിരൂപകന്മാരുടെ കയ്യിൽ നിന്നൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു കത്തും കിട്ടിയിട്ടില്ല. എനിക്കതിന് ഞാൻ ആവശ്യപ്പെടാറോ ഇല്ല കേട്ടോ, എനിക്കങ്ങനെ അവാർഡിന് വേണ്ടി ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷേ സാധാരണ ജനങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്രയോ ആൾക്കാർ വന്നിട്ട് ഞാൻ അത് വായിച്ചു ഇത് വായിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ശീലം അല്ലെങ്കിൽ സ്വഭാവം അതാണ് അല്ല. ഞാൻ വലിയ വലിയ ആൾക്കാരെ പ്രീതിപ്പെടുത്താനല്ല എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എഴുതി അത് എന്നെപ്പോലെയുള്ള സാധാരണക്കാർ അത് സ്വീകരിച്ചു, അതുകൊണ്ടാണ് എൻ്റെ അവാർഡ്. അതാണ് എനിക്ക് സന്തോഷം. ശ്രീദേവി എന്ന എഴുത്തുകാരി കഥകളുടെ ലോകത്ത് പിച്ചവച്ച് നടന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ വിവാഹ ജീവിതത്തിലേക്കും പദമൂന്നി. ജീവിത പങ്കാളിയായി വന്ന പുരുഷൻ ഇവരുടെ കഴിവുകളെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. ഭർത്താവിന്റെ സ്നേഹത്തണലിൽ നിന്ന് ശ്രീദേവി ഏറെ കഥകൾ എഴുതി. ഇന്നിവർ സ്നേഹസമ്പന്നരായ 3 മക്കളുടെ മാതാവ് കൂടിയാണ്. വിവാഹം 16-ാമത്തെ വയസ്സിലാണ് വിവാഹം. അപ്പോൾ അമ്മയുടെ വേറൊരു ഏട്ടൻ്റെ മകനാണ് അദ്ദേഹം. ഇങ്ങനെ ഒരാളുണ്ടെന്നറിയാമെന്നല്ലാതെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ, ചെറിയ കുട്ടിക്കാലത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ അറിയാം, കണ്ടിട്ടൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു അത്ര ഇത് മതി, അച്ഛനാണ് തീർച്ചയാക്കിയതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിയണത് തന്നെ കുറേ കഴിഞ്ഞിട്ടാണ്. അവസാനം ഒടുക്കൊക്കെ കുറേ കഴിഞ്ഞിട്ട് വിവാഹത്തിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഞാൻ അറിയണത് തന്നെ. അപ്പോൾ അതാണെങ്കിൽ അത് അന്ന് ഈ വോയിസ് ഇല്ലല്ലോ, പറയാനൊന്നും പറ്റില്ല. അല്ല ഇഷ്ടമാണോ ഇഷ്ടമല്ലേ അങ്ങനെ ഒരു അന്വേഷണം ഇല്ലല്ലോ. അത് അങ്ങനെയായി തന്നെയുള്ളൂ. 3 ആളാണ്. വലുത് ഉണ്ണി ഇപ്പോൾ RMSൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ലതയാണ്. ലത ഹസ്ബൻഡിൻ്റെ കൂടെ ഡൽഹിയിലാണ്. പിന്നെ നാരായണൻ ദുബായിലാണ്. കഥകൾ ഇനിയും എത്രയോ ഈ ശ്രീദേവിക്ക് മലയാളികളോട് പറയാനുണ്ട്. ഈ പ്രായത്തിലും ഇവരുടെ ഓർമ്മയ്ക്കും ബുദ്ധിക്കും തെളിമ ഏറെ തന്നെയുണ്ട്. മനസ്സിൽ വീണ ഒരു കഥയ്ക്ക് അക്ഷരപ്രകാശം നൽകാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഇവർ. അതെ, ഇവിടെ എഴുത്തുകാരി തൂലിക താഴ്ത്തിവെക്കാൻ ആഗ്രഹിക്കുന്നതേയില്ല. ഇപ്പോൾ ഒരു വലിയൊരു വിഷയം എൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അതും കൂടിയും എഴുതിയെടുക്കണം എന്നുണ്ട് എനിക്ക്. ആയുസ് കഴിയാറായി തുടങ്ങി. അപ്പോൾ അത് എഴുതിയെടുക്കും. അതിനുള്ള ശ്രമം തുടങ്ങുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു ശബ്ദം ഉണ്ടാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്നൊക്കെ ആകുമ്പോഴേക്കും ആസ്വാദകരുടെ രീതി മാറി. ഇതിങ്ങനെ മാറിയിരിക്കുന്നുണ്ടല്ലോ ആസ്വാദകരുടെയും എഴുത്തുകാരുടെയും ഒക്കെ രീതി. അപ്പോൾ അതൊന്ന് ശബ്ദിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ജീവിതത്തിനെ പറ്റി എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല കേട്ടോ. ഒരു ദുഃഖകരോ അല്ലെങ്കിൽ അങ്ങനെ നടന്നുപോയി. കുറേ അനുഭവങ്ങൾ ഉണ്ടായില്ലോ. പലരെയും കണ്ടു, പലരുടെ സ്വഭാവം മനസ്സിലാക്കി.